إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു ആന്തരിക ബലം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പരതുന്ന ആളുകളാണ്. ഓരോന്നായി ഗവൺമെൻറ് നമ്മൾ നേരെ ഏറ്റവും അധികം ബാധിക്കുന്നത് ന്യൂനപക്ഷത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ ബോധവാന്മാരാണ്. PM ശ്രീ അതുപോലെ SIR, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ നേരിടാനുള്ള ആന്തരിക ബലം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, ആ ആന്തരിക ബലം നമ്മൾ പള്ളിയിലോ മദ്രസയിലോ മുസ്ഹഫിലോ ഒക്കെ വെച്ച് പോവുകയാണ്. ആത്മവിശ്വാസം, ആന്തരിക ബലം, ആന്തരിക ശക്തി, അതാണ് ഈമാൻ. ആ ഈമാൻ നമ്മൾ എവിടെയോ വെച്ച് പോവുകയാണ്. നമ്മൾ എപ്പോഴും ഈമാനിനെ കൂടെ കൊണ്ട് നടക്കണം. കാരണം ഈമാനാണ് വിപത്തുകളെയും പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും നേരിടാനുള്ള ആയുധം. നമ്മുടെ ആയുധം, മുസ്ലിം ഉമ്മത്തിന്റെ ആയുധം അതാണ്. ആ ആയുധം നമ്മൾ എപ്പോഴും നമ്മുടെ അരയിൽ തന്നെ കരുതണം. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ്, വദൂദാണ്, പരമകാരുണികനാണ്, കരുണാവാരിധിയാണ്, ഏറ്റവും അധികം വല്ലാതെ നമ്മെ സ്നേഹിക്കുന്നവനാണ്. ആ റബ്ബ് ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു പ്രതിസന്ധിയും നമുക്ക് തരൂല. പണ്ട് വയലിലൊക്കെ കൃഷി ചെയ്തിരുന്ന കർഷകർ നിലം ഉഴുതാൻ കാളകളെയാണ് ആശ്രയിച്ചിരുന്നത്. പുതിയ തലമുറക്കത് അത്ര അറിയില്ല. കാളകൾ, ആ കാളകളുടെ കഴുത്തിൽ വെക്കാൻ ഉള്ള ഒരു സാധനം നുകം എന്നാണ് പറയുക. നുകം. ആ നുകം കർഷകൻ ഉണ്ടാകുന്നത് കാളയുടെ കഴുത്ത് അളന്നിട്ടാണ്. എന്നിട്ടാണ് ആ നുകം ഉണ്ടാക്കുക. അങ്ങനെ ആ നുകം കാളയുടെ കഴുത്തിൽ വെക്കുന്ന ഒരു രംഗം
ആ കഴുത്തൊന്ന് സൗമ്യമായി തഴുകി വളരെ സ്നേഹത്തോടു കൂടെയാണ് ആ നുകം കാളയുടെ കഴുത്തിൽ വെക്കുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് റബ്ബും ചെയ്യുന്നത്. നമ്മുടെ അളവ് നോക്കിയിട്ടാണ്, മുസ്ലിം ഉമ്മത്തിന്റെ അളവ് നോക്കിയിട്ടാണ് അള്ളാഹു നമുക്ക് നുകം പണിതത്. നമ്മളെ കൊണ്ട് താങ്ങാനാവാത്ത ഒന്നും അള്ളാഹു തന്നിട്ടില്ല. അതെന്തായാലും അതുകൊണ്ടാണല്ലോ എത്ര പ്രതിസന്ധി ഉണ്ടായിട്ടും ഈ മുസ്ലിം ഉമ്മത്ത് ജീവിതത്തിൽ തുഴഞ്ഞു ഇതുവരെ എത്തിയില്ലേ. നമുക്കെല്ലാവർക്കും അറിയാലോ ഈ ഉമ്മത്തിന്റെ പൂർവ്വകാല ചരിത്രം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഇനി ആരും കാത്തുക്കണ്ട. നമുക്ക് ഒറ്റക്ക് പൊരുതാനുള്ള കരുത്തിനെ അഥവാ ഈമാനിനെ നമ്മൾ പിന്നെയും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഈമാനിനെ എപ്പോഴും മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും. സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്ത് ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും തളരാൻ പാടില്ല. ഇനിയും വരും. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന് പ്രതിസന്ധികൾ വരും, സംശയം വേണ്ട. അപ്പൊ നമ്മൾ തളരരുത്, നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. നോക്കൂ, സങ്കടപ്പെടരുത് എന്ന്, ദുഃഖിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. 2 ഭാഷയിൽ ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത് നെഹിയായിട്ടാണ്, അതായത് നിരോധിച്ചുകൊണ്ടാണ്, തടഞ്ഞുകൊണ്ടാണ്. വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. മുസ്ലിം ഉമ്മത്തിനോട് അല്ലാഹു പറയാ, നിങ്ങൾ തളരരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾ തളരേണ്ടവരാണോ? അല്ലല്ലോ. നിങ്ങൾ സങ്കടപ്പെടേണ്ടവരാണോ? അല്ല. പക്ഷേ അള്ളാഹു ഒരു കണ്ടീഷൻ വെച്ചോടെ, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ തളരുകയില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരികയില്ല. എപ്പോ? ഈമാനുള്ളവരാണെങ്കിൽ. അതാണൊന്ന്. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് അങ്ങനെ സംഗതി ഇല്ല എന്നാണ്. അങ്ങനെ സംഗതി ഇല്ല എന്ന ഭാഷയിലാണ് പറഞ്ഞത്. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ഭയമേ ഇല്ല. അവർക്ക് എന്ന് പറയുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിനാണ്. അവർക്ക് ഭയമേ ഇല്ല, മാത്രമല്ല അവർ ദുഃഖിക്കേണ്ടി വരികയേ ഇല്ല. 2 വാക്കുകൾ അറബിയിൽ ദുഃഖത്തിന് വേണ്ടി പറഞ്ഞ 2 വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. 2 വാക്കുകൾ. ഒന്ന് ഹുസ്ൻ എന്നാണ്, ഹാഇന് ലമ്മ് കൊടുത്തിട്ടാണ് ഹുസ്ൻ. മറ്റേത് ഹസൻ എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ ഹാഇന് ഫത്ഹ കൊടുത്തിട്ടാണ്. ഈ രണ്ടും ഒന്നിൽ നിന്നാണ് വരുന്നത്. ഹുസ്നും ഹസനും ഒന്നിൽ നിന്നാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. മനുഷ്യന് അള്ളാഹു നൽകിയ ജീവിതത്തിൽ ക്രമത്തിൽ സന്തോഷമുണ്ട്, സന്താപമുണ്ട്. സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണത്. അത് ഏറ്റവും കടുപ്പമാകുമ്പോഴാണ് ഹുസ്നാകുക. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 2 മക്കൾ നഷ്ടപ്പെട്ടു. 2 മക്കൾ, അദ്ദേഹം ഏറെ സ്നേഹിച്ച 2 മക്കൾ. എന്നിട്ടോ മിനൽ ഹുസ്നി, അങ്ങനെ അദ്ദേഹത്തിന് 2 കണ്ണുകളും മക്കൾ നഷ്ടപ്പെട്ടതിന്റെ കാരണത്താൽ കരഞ്ഞിട്ട് 2 കണ്ണുകളും വെള്ളം വന്നു, കാഴ്ച നഷ്ടപ്പെട്ടു. മിനൽ ഹുസ്നി, സഹിക്കാനാവാത്ത ദുഃഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി, പ്രാർത്ഥിക്കണം. അപ്പൊ അതാണ് ഒന്നാമത്തെ ഹുസ്നാണ്, അത് കടുപ്പമുള്ളതാണ്. രണ്ടാമത്തേത് ഹസനാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച സ്ഥലം വളരെ മനോഹരാണ്. ഹസൻ, സ്വർഗാവകാശികളായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പറയുന്നൊരു വാക്കുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. സ്വർഗാവകാശികൾ പറയണം. കാരണം സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നെ അവിടെ ഹുസ്ൻ ഉണ്ടാവില്ല, ഹസൻ ഉണ്ടാവും. ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും.
പക്ഷെ ആ സങ്കടങ്ങൾ ഉണ്ടായി വീർപ്പ് മുട്ടൂല. അതാണ് ഹസൻ. ഞാനിത് രണ്ടും വേർതിരിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് വല്ലാതെ പതറുകയാണ്, വല്ലാതെ ദുഃഖിക്കുകയാണ്. ഓരോ ദിവസം നമ്മൾ കാണുന്നത് മറ്റ് സമൂഹങ്ങൾ മുസ്ലിം ഉമ്മത്തിന് നേരെ പല്ലളിച്ച് കാട്ടുകയാണ്. പല്ലളിച്ച് കാട്ടുക അല്ലേ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കാം. അത് PMC ആകട്ടെ, SIR ആകട്ടെ, എന്താവട്ടെ, അതിനൊക്കെ പേരിൽ ഈ ഉമ്മത്തിന് നേരെ പല്ലളിച്ച് കാട്ടാണ്. അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിച്ചു നമ്മുടെ നിലപാട് എന്തായിരിക്കണം. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ. അതന്നെ ശരിക്കും ശ്രദ്ധിച്ചോളി. ഇനി വരും PMC വേറെയും പറയും. ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ. ഇത്തരത്തിലുള്ള ചർച്ചകളും സംസാരങ്ങളും ഒക്കെ ശൈത്താനിൽ നിന്നാണ്. അപ്പൊ തട്ടത്തിൽ മറയത്തിൽ കഴിഞ്ഞില്ലേ? ഇനി വരും തട്ടത്തുമ്പോ പിടിക്കാൻ ചില ആളുകൾ. ഇപ്പൊ നടക്കുന്ന ചാനലുകളിലെ അന്തി ചർച്ച കേട്ട് അത് നിൽക്കാനുള്ളതല്ല നമ്മള്. നമുക്കത് കേട്ട് എന്തൊക്കെ സംഭവിച്ചില്ലേ അല്ലേ? എന്തൊക്കെ ഇപ്പൊ വരാൻ പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു, ലിയഹ്സുനല്ലദീന ആമനു. എന്തിനാണ് അവർ ഈ അന്തിച്ചർച്ച? ചാനലിൽ അന്തിച്ചർച്ച എന്തിനാ? ഇപ്പൊ ചർച്ചപ്പതാണല്ലോ. അതായത് കാവ്യവൽക്കരിക്കപ്പെടുന്ന ക്ലാസ് മുറികൾ അല്ലേ? ചർച്ച ചെയ്തോട്ടെ. അള്ളാഹ് കൃത്യമായി പറഞ്ഞു, ലിയഹ്സുനല്ലദീന ആമനു. ഈമാനുള്ളവരെ പോലും ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചർച്ച. നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. അള്ളാഹു തുടർന്ന് പറഞ്ഞ എന്താ അറിയോ? ശരിക്കും ശ്രദ്ധിച്ചു. വലൈസ ബിദാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാ. ഈ ഒച്ചപ്പാടുകളും ഈ ബഹളങ്ങളും ഈ ചർച്ചകളും ഈ ചർച്ച ചെയ്യുന്നതൊക്കെ ഈ കൊരച്ചു ചാടുന്നുണ്ടല്ലോ ചില ആളുകൾ, അതൊക്കെ അതൊന്നും ഒരു ഉപദ്രവങ്ങളെ ഏൽപ്പിക്കില്ല എന്നാണ്. ഈ കുറച്ചു ചാടലും ഈ അന്തിച്ചർച്ചകളും മുസ്ലിം ഉമ്മത്തിനെ ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല, പടച്ചറപ്പിന്റെ അനുമതിയില്ലാതെ. ശ്രദ്ധിച്ചോളി. പക്ഷെ ഇത് നമ്മെ ബാധിക്കാതിരിക്കാൻ എന്ത് വേണം? ഇത് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കാതിരിക്കാൻ, മുസ്ലിം ഉമ്മത്തിന് തളരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യണം. മുഅ്മിനുകൾ അങ്ങനെ വേണ്ടത്. സഹോദരന്മാരെ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ഏതെങ്കിലും കോലുകളുടെ ഭാഗത്ത് കെട്ടിയ, തലയിൽ കെട്ടിയ ആ ശീലയിലല്ല ഞാനും നിങ്ങളും തവക്കുൽ ചെയ്യേണ്ടത്. അത് ഏത് കളറായാലും ആ ശീലയിൽ തവക്കുൽ ചെയ്യരുത്. ഇപ്പോ മുസ്ലിം ഉമ്മത്തിന് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഒക്കെ തവക്കുൽ ഇപ്പൊ ആ ശീലം വേണം. ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല, ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെതാണ്. സത്യത്തിൽ എല്ലാ ബഹളങ്ങളും പിന്നെ പ്രശ്നങ്ങളൊക്കെ നമ്മെ സന്തോഷിപ്പിക്കണം. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിന്റെ ആളുകളാണ് അല്ലേ? ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തളരരുത്. ഒക്കെ നമ്മൾ പടച്ചറബിൽ തവക്കുൽ ചെയ്യും. അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാവും, അപ്പൊ സമാധാനം ഉണ്ടാവും, അപ്പൊ സംതൃപ്തി ഉണ്ടാവും. സഹോദരന്മാരെ, നമ്മൾ ആഗ്രഹിച്ച വല്ലതും നമ്മിൽ നിന്ന് അള്ളാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച വല്ലതും നമ്മിൽ നിന്ന് അള്ളാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? അത് നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി തആല പഠിപ്പിക്കാൻ, ഇദാ അഹബ്ബക അല്ലാഹു ഫലൻ യുഹിബ്ബുക അക്സർ മിൻഹു. നീ അറിയണം മനുഷ്യ, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിനേക്കാൾ അധികം നിന്നെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല കേട്ടോ. വഇദാ അഅതാക ഫലൻ യുഅതീക അഹദുൻ അതിയതൻ അക്രമ മിൻഹു. അള്ളാഹു നിനക്ക് തന്നാൽ അള്ളാഹുവിനേക്കാൾ മനോഹരമായി തരാൻ ആരുമില്ല കേട്ടോ. വഇദാ ഗളിബ അലൈഹി ഫലൻ യുൻജീക അഹദുൻ മിൻഹു. അള്ളാഹു നിന്നെ കുറിച്ച് കോപിച്ചാൽ ആ കോപത്തിൽ രക്ഷപ്പെടാൻ മറ്റാരുമില്ല കേട്ടോ. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പോളിസി. സഹോദരന്മാരെ, എന്തിനാ പ്രകൃതിയ ദുഃഖം? എന്തിനാണ് ഈ പ്രകൃതിയ സന്തോഷം? എന്തിനാണ് ദുഃഖം സന്തോഷമൊക്കെ? ദുഃഖം ഇങ്ങനെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കാനാ? അല്ല, രണ്ട് ഇബാദത്ത് ചെയ്യാനാ. ശരിക്കും ശ്രദ്ധിച്ചോളി.
നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ, സന്തോഷം വരുന്നുണ്ടെങ്കിൽ അത് രണ്ട് ഇബാദത്തുകൾ ചെയ്യാനാ. നമ്മൾ തകർന്നു പോകാനല്ല. തകർന്നു പോകരുത്, തളരരുത്. ഏതെങ്കിലും ഒരു ചെറിയ കയറിന്റെ കഷ്ടത്തിന്മേൽ നമ്മൾ ജീവൻ ഒതുക്കരുത്. ഒരു വിഷക്കുപ്പിയിൽ നമ്മുടെ ജീവൻ ഹനിക്കരുത്. ദുഃഖം എന്തിനാ നമുക്ക് ദുഃഖം? ദുഃഖം സബർ എന്ന ഇബാദത്ത് ചെയ്യാനാ. ശരിക്കും സത്യമാണ് ദുഃഖം. പക്ഷെ നമ്മളൊക്കെ മറന്നുപോകാണ്. ദുഃഖം വരുമ്പോ നമ്മളൊക്കെ മറന്നുപോകും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, വേദന വരുമ്പോ മറന്നുപോകും, അല്ലേ? സബർ മറന്നുപോകും. അതുപോലെ തന്നെ രോഗം വരുമ്പോ മറന്നുപോകും. പ്രാരാബ്ദങ്ങൾ വരുമ്പോ മറന്നുപോകും. കഷ്ടപ്പാട് വരുമ്പോ ഒക്കെ മറന്നുപോകും. അങ്ങനെയെങ്കിൽ സബർ എന്ന ഇബാദത്ത് ചെയ്യാൻ എവിടെ അവസരം നമുക്ക്? ശ്രദ്ധിച്ചോക്കണി. ഈ സബർ പിന്നെ എവിടെ ചെയ്യാം നമ്മള്? സന്തോഷം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തട്ടഹസിക്കാനുള്ളതല്ല. പിന്നെയോ സബർ എന്ന അനുഗ്രഹം അത് ശുക്രിന് വേണ്ടിയാ. ശുക്ർ എന്ന ഇബാദത്ത് ചെയ്യാനാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാ, അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. കാരണം അവന്റെ ഡിഗ്രി അറിയണ്ടേ അള്ളാഹ്ക്ക്, അവന്റെ ഗ്രേഡ് അറിയണ്ടേ, അവന്റെ ക്വാളിറ്റി അറിയണ്ടേ. എന്നിട്ടോ വിനയത്തോടു കൂടിയുള്ള, സബറോട് കൂടിയുള്ള അവന്റെ റിക്വസ്റ്റുകൾ. എന്താണ് ആ വാക്ക് റസൂലിന്റെ? ഇങ്ങനെ അവനെ പരീക്ഷിക്കപ്പെടുമ്പോ വിനയത്തോടുകൂടെ സബറോട് കൂടിയുള്ള അവന്റെ റിക്വസ്റ്റുകൾ പടച്ചറപ്പിന് കേൾക്കണം. അതാണ് സബർ. സബർ, ക്ഷമ ഒരിക്കലും സഹിക്കാനുള്ളതല്ല. നമ്മൾ സഹിക്കേണ്ടവരല്ല. സഹിക്കുക എന്നൊരു വാക്ക് തന്നെ നമുക്ക് ഉരിയാടാൻ പാടില്ല, പറയാൻ പാടില്ല. സഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആവശ്യം തരയോ, വിനയത്തോടു കൂടിയുള്ള ചോദ്യം അള്ളാഹ് കേൾക്കണം. ചരിത്രം പരിശോധിച്ചാലും കാണാം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കഥ അള്ളാഹ് പറയുന്നില്ലേ? അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടിട്ടേ, ഒരുപാട് കാലം അദ്ദേഹം ദുഃഖിച്ചു. യാക്കൂബ് നബി മക്കൾ നഷ്ടപ്പെട്ടു. എന്നിട്ട് അവസാനം എത്തിപ്പോയത് ഏതാ? ആ പോയിന്റിലാണ് നമ്മൾ എത്തേണ്ട. അവിടേക്കാണ് അദ്ദേഹം പറയുന്നു, ഇപ്പോ ഞാൻ എത്തി നിൽക്കുന്ന ഈ കാര്യം, ഞാൻ ഏറ്റവും സ്നേഹിച്ച 2 മക്കളെ നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം മക്കളെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളെ മക്കളെ പഠിപ്പിച്ചോളി. കാരണം കാലഘട്ടം ഇനിയും മോശമാകാൻ പോകാൻ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിച്ചു. എന്താ? വലാ തൈഅസൂ, മക്കളെ നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അപ്പൊ എനിക്കും നിങ്ങൾക്കും പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, മാറാ രോഗങ്ങൾ വരുമ്പോ നിരാശപ്പെടുന്നുണ്ടോ? റബ്ബിന്റേതാണ് വാചകം. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹു നൽകാനിരിക്കുന്ന ആശ്വാസത്തെ കുറിച്ച് നിരാശരാവുന്നത് കുഫർ വന്ന സമൂഹമാണ്. മുസ്ലിം ഉമ്മത്തിന് നിരാശ എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടാവാൻ പാടില്ല. എന്ത് PM ശ്രീ വന്നോട്ടെ, അദ്ദേഹം നിരാശ വന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു അതാണ് തഫ്വീൽ എന്ന് പറയാം. തഫ്വീൽ എന്ന് പറഞ്ഞാൽ തവക്കുലിനേക്കാൾ അതിശക്തമായ ഒരു ഇബാദത്താണ്. തവക്കുലിനേക്കാൾ എന്റെ എല്ലാ കാര്യവും ഞാനിതാ റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബാണ്. സൂര്യനെ ഉദിപ്പിക്കുന്ന റബ്ബാണ്. സൂര്യനെ അസ്തമിപ്പിക്കുന്ന റബ്ബാണ്. മഴ പെയ്യിപ്പിക്കുന്ന റബ്ബാണ്. എത്ര ടെക്നോളജി വികസിച്ചാലും മനുഷ്യന് കഴിയില്ല. അതൊക്കെ തിരിക്കുന്ന ഒരുത്തനുണ്ട്, അല്ലേ?
അവനിലേക്കായിരിക്കണം നമ്മുടെ തവക്കുൽ. അള്ളാഹുവിന് ഇഷ്ടതാണ്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചൊരു വിളിയില്ലേ? സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ ഒരു മക്കൾ ഉണ്ടാകാൻ, അതായത് ഒരു പ്രവാചകനാണ്, ഒരു മക്കൾ ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെയല്ലോ ഡോക്ടർമാർ പറയും, ഒരു ചാൻസും ഇല്ല എന്ന് പറയും. 10-15 വിവാഹം കഴിഞ്ഞ് 10-15 വർഷം കാത്തിരുന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി, ഇനിയുള്ള ഗൈനക്കോളജിസ്റ്റ് ഒക്കെ കണ്ടു, അവസാനം ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു ചാൻസും ഇല്ല മക്കൾ ഉണ്ടാകാൻ. മാത്രമല്ല അദ്ദേഹത്തിന് തല നരച്ചു, അദ്ദേഹത്തിന്റെ എല്ലുകളൊക്കെ നുരുമ്പാൻ തുടങ്ങി, ശരീരം ദുർബലമായി. ആ സമയത്ത് സക്കരിയ നബി പ്രാർത്ഥിച്ച നമ്മളാണെങ്കിൽ വൈക്കുവോ? 10-15 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടായില്ല, പിന്നെ ആ പ്രാർത്ഥന അതാണ് ഒഴിവാക്കും. അത് വേണ്ട, ഇനിയിപ്പോ എന്തിനാ പറയുന്നത്? ഡോക്ടർ പറഞ്ഞില്ലേ വിശ്വാസം നമുക്ക്, അള്ളാഹ് പറഞ്ഞ വിശ്വാസമില്ല. അതാണ്. നോക്കൂ, ഇത്രയും വർഷക്കാലം തല നിറച്ച് എല്ലുകൾ ദുർബലമായി, ഒരു ചാൻസും ഇല്ലാതെ, പക്ഷെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഇന്ന് മുസ്ലിം ഉമ്മത്ത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഏത് പ്രതിസന്ധി വരുമ്പോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും മഖാമിലേക്ക്. മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബേ, എനിക്കൊരു നല്ല സന്താനത്തെ തരണം. എന്താണ് ആ പ്രാർത്ഥന? എപ്പോഴാണ്? തല നിറച്ച് തന്തയിട്ട്, റബ്ബേ എനിക്കൊരു സന്താനത്തെ തരണം, കാരണം നീ ദുആ നന്നായി കേൾക്കുന്നവനാണ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം അതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം. മുസ്ലിം ഉമ്മത്തിന് പ്രതിസന്ധി വരുമ്പോ തളർവായി വിനയത്തോടുകൂടെ റബ്ബിനോട് ദുആ ചെയ്യണം. അത് കേൾക്കാനാണ് റബ്ബിന് ഇഷ്ടം. അതാണ്. നോക്കൂ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരമായി പ്രാർത്ഥിച്ച് അള്ളാഹ് കൊടുത്തില്ല, മകനെ കൊടുത്തില്ല. അവസാനം ഇത് കേട്ടപ്പോ ഫനാദത്തുൽ മലായിക വഹുവ ഖായിമൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. ഈ വിളി കേട്ട ഉടനെ അദ്ദേഹത്തിന് മലക്കുകൾ തിരിച്ചു വിളിക്കണം. റബ്ബിനെ വിളിച്ചു. അപ്പൊ ആ റബ്ബിന്റെ വിളിക്ക് തിരിച്ച് മലക്കുകൾ വിളിക്കാൻ എന്താ? താങ്കൾക്ക് അദ്ദേഹം നിസ്കരിക്കണം. മെഹ്റാബിൽ നിസ്കരിക്കുമ്പോ പറയാണ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. താങ്കൾക്ക് ഒരു കുട്ടിയെ തരിക മാത്രമല്ല, ആ കുട്ടിക്ക് എന്താണ് പേരിടേണ്ടത് അത് അള്ളാഹ് തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ രീതിയിലുള്ളൊരു മാറ്റമാണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യം. എന്ത് വന്നോട്ടെ, നമ്മൾ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്യാൻ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് കറകളഞ്ഞ ഈമാനാണ്. ആ ഈമാൻ സഹോദരന്മാരെ, ഇനി മുതൽ ഖിയാമത്ത് നാൾ വരെ ഞാനും നിങ്ങളും അരയിൽ തന്നെ കരുതിക്കൊള്ളൂ. ആ ആയുധമാണല്ലോ സഹാബത്ത് പ്രയോഗിച്ചത്, അല്ലെ? 300 ചില്ലാൻ മുസ്ലിമീങ്ങൾ, അവരെക്കാൾ എത്രയോ ഇരട്ടി വരുന്ന സൈന്യത്തെ എങ്ങനെ തോൽപ്പിച്ചത്? അതന്നെ മതി. ഇതിനാണ് ചരിത്രം, അല്ലാതെ ചുമ്മാ കേൾക്കാനുള്ളതല്ല. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മൾ തളരരുത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ കരുത്തോടെ. നമ്മളെല്ലാരും കേട്ടില്ലേ, തീയിൽ കൊരുത്തത് വെയിലത്ത് വാടുവോ? അതാണ് മുസ്ലിം ഉമ്മത്ത്. പ്രതീക്ഷ വെക്കുക, റബ്ബിൽ തവക്കുൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഞായറാഴ്ച നമ്മുടെ മദ്രസയിൽ വെച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു പഠന ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ കൃത്യമായി ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണർത്തി. ഇപ്പോൾ ഒക്കെ ചർച്ച ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവ്യവൽക്കരിക്കപ്പെടുന്ന ക്ലാസ് മുറികളാണ്. ഇത് എത്രയോ കേട്ടുമെടുത്ത ഒരു ചർച്ചയാണ്, അല്ലേ? പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തെ എടുത്തു മാറ്റി പാഠപുസ്തകങ്ങൾ പുതിയ ചരിത്രം പഠിപ്പിക്കുമെന്നൊക്കെ പറയണത്. എന്നുവെച്ചാൽ ഇനി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് PM ശ്രീ അങ്ങനെ സാധനം. PM ശ്രീയുടെ ഭാഗമായി നമ്മുടെ സ്കൂളിലേക്ക് വരാൻ പോകുന്നത്
പുതിയ ഇന്ത്യയുടെ ചരിത്രമാണ് അത്രേ. പുതിയ ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ആള് ചരിത്രമൊന്നും ഉണ്ടാവില്ല. അത് ശരിക്കും പച്ചയായിട്ട് അവരെന്നെ പറയുന്നുണ്ടല്ലോ, പച്ചയായിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രപിതാവിനെ കൊന്ന ആളുകളെ ഇനി സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിക്കും, വേണമെങ്കിൽ പഠിച്ചാൽ മതി. എന്താണ് വാക്കില്ലേ? 70 വർഷക്കാലം കൊണ്ട് പണിയെടുത്ത് പോരാടി ജീവൻ കൊടുത്ത് അല്ലേ, ഒന്നുകിൽ പിറന്ന നാടിന് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ജനിച്ച മണ്ണിൽ ഒരു കബറിടമെന്ന് പ്രഖ്യാപിച്ച മഹാന്മാർ, അവരുടെ ചരിത്രമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇത്ര അള്ളാഹുവാലം. അങ്ങനെ ജീവൻ കൊടുത്തു ഇന്ത്യയെ നമ്മൾ രാഷ്ട്രമാക്കി മാറ്റി അല്ലെ. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഹരിത വിപ്ലവങ്ങൾ സംഘടിപ്പിച്ചു, പട്ടാളത്തെ ഉണ്ടാക്കി, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാക്കി നമ്മുടെ ഇന്ത്യയെ നമ്മൾ മാറ്റി. അപ്പോ ഇന്ത്യ സൃഷ്ടിച്ചതിന്റെ വഴി എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഇന്ത്യ ഉണ്ടായത് ഇങ്ങനെയാണ്. ടിപ്പു സുൽത്താനെ പോലെയുള്ള, കുഞ്ഞാലിമരക്കാരെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവർ ചോര കൊടുത്തും അധ്വാനിച്ചും നേടിയെടുത്തതാണ് ഇന്ത്യ. പക്ഷേ ഇവിടെ PMC നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവർ പറയുന്നത് എന്താ അറിയാം? അവർ പറയുന്നതാണ് അള്ളാഹു ആലം, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം പോരാടി നേടിയെടുത്തതല്ല. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കളെ ഈ രൂപത്തിലുള്ള ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മക്കളെ, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം പോരാടി നേടിയെടുത്ത ഒന്നല്ല, മറിച്ച് ഇന്ത്യ മുഗളന്മാരായ അധിനിവേശ ശക്തികളിൽ നിന്ന് ഹിന്ദു സ്വാഭിമാനമുള്ള മനുഷ്യർ നേടിയെടുത്ത ഒരു നാടാണ്. അതാണ് അത്ര പഠിപ്പിക്കാൻ പോകുന്നത്. ചരിത്രം എത്ര മൂടി വെച്ചാലും പുറത്തു വരും സഹോദരന്മാരെ. ഞാൻ അതിനാ നേരത്തെ ആ വിഷയങ്ങൾ പറഞ്ഞത് അല്ലോ. അപ്പോ ഇതൊക്കെ അതിനകത്ത് പഠിപ്പിക്കാൻ പോണം. അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചരിത്രം അതാണത്രേ. മൂടി വെച്ച നടക്കുവോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ എന്ത് പഠിപ്പിക്കണം ഞാനും നിങ്ങൾ തീരുമാനിക്കുക. ഒരു 3-4 ദിവസം മുമ്പ് എൻ്റെ ഒരു അധ്യാപക സുഹൃത്ത് അദ്ദേഹം പറയാണ്, അദ്ദേഹം പഠിപ്പിച്ച ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി, നല്ല ശാലീന സൗന്ദര്യമുള്ള, നല്ല കുലീനതയുള്ള, നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു ഈ അധ്യാപകൻ. ഈ അധ്യാപകൻ കണ്ടപ്പോ ഈ അധ്യാപകനെ മെയിൻറ്റെയിൻ ചെയ്യില്ല, അത് മുമ്പ് പ്രശ്നമില്ല. പക്ഷെ ഈ പെൺകുട്ടി, ഈ മുസ്ലിം തട്ടമിട്ട പെൺകുട്ടി പട്ടാപ്പകല് ഒരു ചെക്കന്റെ തോളിൽ കൈപിടിച്ച് നടക്കാണ് ബസ് സ്റ്റാൻഡിലൂടെ, വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലൂടെ. ഇന്ന് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഒരു ഭാഗത്ത് ബാക്കി അവർ ചെയ്ത് പറയുന്നില്ല. അത്രയ്ക്കും മോശമായ രൂപത്തിൽ മക്കൾ നീക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പിന്നെ ഇപ്പൊ നമ്മളിതൊക്കെ വരുന്നത് ബേജാറായിട്ടൊന്നും കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈമാനെ കൂടെ കൊണ്ടു നടക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോ കൊളത്തൂർ ഭാഗത്ത് കല്യാണത്തിന് എന്തൊക്കെ ഉണ്ടായത്? വെടിയും പൊട്ടും. കൂട്ടരെ നമ്മൾ ആരും കുറ്റം പറയണ്ട. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പ്രവചിച്ചിട്ടില്ലേ? ഞാനത് പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് എല്ലാ സമൂഹവും ഈ മുസ്ലിം ഉമ്മത്തിന് നേരെ ചാടി വീഴുന്ന പറഞ്ഞത്. ഹദീസ് പലപ്പോഴും നിങ്ങൾ കേട്ടതാ, പക്ഷെ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. അതായത് വിശക്കുന്നവൻ ഭക്ഷണ തളികയിലേക്ക് വലിഞ്ഞു കയറുന്നത് പോലെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ലോകത്തിലുള്ള മുഴുവൻ സമൂഹം നിങ്ങളുടെ മേൽ വലിഞ്ഞു കയറുന്ന പറഞ്ഞത്. സ്വഹാബത്തിന് പേടിയായി ആദിയായി ചോദിച്ചു, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ ആ ഒരു കാലം വരുമ്പോ ഈ ഉമ്മത്ത് എണ്ണത്തിൽ കുറവായിരിക്കോ? എന്താ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, നമ്മളിപ്പോ ന്യൂനപക്ഷമായിട്ട് ആകെ ബേജാറായിട്ടിരിക്കുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഈ ഉമ്മത്ത് ബൽ ഇന്നകും യൗമഇദിൻ കസീറൂൻ, ധാരാളമുണ്ടായിരിക്കും, ധാരാളമുണ്ട് ഉണ്ടല്ലോ. പക്ഷെ വലാകിന്നകും ഗുസാഉൻ ഖൗസാഉസ് സൈൽ, ഒഴുക്കിന് അനുകൂലമായ ചണ്ടികൾ, അതാ പ്രയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചണ്ടികളെ പോലെ ആയിരിക്കും ഈ ഉമ്മത്ത്. നമ്മൾ ആരെ കുറ്റം പറയാ? വഖദ് നസല ബികുമുൽ വഹൻ, അന്ന് ഈ ഉമ്മത്തിനെ വഹന് ബാധിച്ചിട്ടുണ്ടാവും. ആ കാലത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, വമൽ വഹൻ യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ വഹൻ? ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, അതല്ലേ സംഭവിച്ചത്? അതാണ് ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം. കല്യാണം, ഒരു ഹൈന്ദവ സഹോദരൻ പറയാം, ഞങ്ങളുടെ മതത്തിൽ വിവാഹം എന്ന് ഒരു പവിത്രമായ കർമ്മമാണ്. ആ പവിത്രമായ കർമ്മത്തെ ഏറ്റവും മോശമായ രൂപത്തിൽ കൊണ്ടുപോകാൻ പടക്കം പൊട്ടിക്കാത്ത എന്തൊക്കെ തോന്നിയ ആരും പറയണ്ട.
PM ശ്രീ അല്ല, അഞ്ഞു കുറെ ശ്രീ വരാണ്ട്. നമ്മളാകണം. മുസ്ലിം ഉമ്മത്തായാൽ അവന്റെ അറയിൽ ഈമാൻ എന്ന ആയുധമുണ്ടായാൽ ഒരാളും എടുക്കൂല കൂട്ടരെ. അതല്ലേ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കളെ ഈ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചോളിയും. കാരണം ഇപ്പൊ 2025 നാസ കണ്ടുപിടിച്ചത്. നാസിൻ ജപ്പാനിലെ ഏതൊക്കെ ശാസ്ത്രന്മാർ കണ്ടുപിടിച്ചു ലോകത്തിന്റെ അന്തകൻ സൂര്യനാണ്. അന്തകൻ ഇപ്പൊ കണ്ടുപിടിച്ചു. നോക്കി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അറിയാം. 2ാം ക്ലാസ്സിൽ കുട്ടികളോട് ഇപ്പൊ നാസപ്പ കണ്ടുപിടിച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മളെ മക്കളെ പങ്കെടുപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഈമാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. നമ്മൾ ദുഃഖിക്കരുത്, തളരരുത്, ബേജാറാകരുത്. ഒക്കെ റബ്ബിൽ തവക്കുൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനും ഇസ്സത്തും അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാനുള്ള മനോധൈര്യം, ശക്തി, ഈമാനിന്റെ ശക്തി അല്ലാഹു ഈ ഉമ്മത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരുപാട് സഹോദരന്മാർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗം പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരന്മാരുടെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد.